Hello everyone, welcome back to Dr. Coder's Medical Coding Classes. So, ഇന്ന് ഞാനൊരു സി പി ടി വീഡിയോ ചെയ്യാം. സി പി ടിയിൽ ഞാൻ ഓൾറെഡി സി പി ടിൻ്റെ മോഡിഫയേഴ്സിൻ്റെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് ഏതായാലും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് മെയിലിലൊക്കെ വരുന്നത് പലർക്കും പല ടോപ്പിക്സ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മിക്സഡ് ആയിട്ട് ഐ സി ഡി കുറച്ച്, സി പി ടി കുറച്ച്, മെഡിക്കൽ ടെർമിനോളജി കുറച്ച് അങ്ങനെ മിക്സ് ആയിട്ട് ഇടുന്നത്. എല്ലാം ഒന്ന് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഒന്നിലേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് നോക്കാം. സോ സി പി ടി എന്ന് പറഞ്ഞാൽ കറന്റ് പ്രൊസീജറൽ ടെർമിനോളജി. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ സി പി ടി കോഡ്സ് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ കോഡിങ്ങിൽ ഐ സി ഡിൻ്റെ പോലെയുള്ള വേറൊരു ടോപ്പിക്കാണ് സി പി ടി. ഓക്കെ, ഇനി മെഡിക്കൽ കോഡിംഗ് എക്സാം നമ്മുടെ സി പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് സി പി ടി. അതായത് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് വെയിറ്റേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഡിയും ഹിപ്പിക്സും അനാറ്റമിയും മെഡിക്കൽ ടെർമിനോളജിയും കമ്പൈൻ ചെയ്താലും നമ്മുടെ സി പി ടിക്കാണ് ഈ എല്ലാത്തിനേക്കാളും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ. ഓക്കെ, അപ്പോൾ സി പി ടി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സി പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എപ്പോഴാണ് നമ്മൾ ഈ സി പി ടി കോഡ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പേഷ്യൻറ്റിന് സിവിയർ സ്റ്റൊമക് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത് ഫിസിഷ്യൻ ഫൈനലി കൺക്ലൂഡ് ചെയ്തു പേഷ്യൻറ്റിന് അപ്പൻഡിസൈറ്റിസ് ആണ്, ഒരു എമർജന്റ് അപ്പൻഡെക്ടമി ചെയ്യണം. ഓക്കെ, അങ്ങനെ അപ്പൻഡെക്ടമി ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഐ സി ഡി എന്ന് വെച്ചാൽ എന്തിനായിരുന്നു? ഡയഗ്നോസിസ് കോഡാണ് അല്ലേ. ഇവിടെ ഡയഗ്നോസിസ് എന്താണ്? സ്റ്റൊമക് പെയിൻ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. നമുക്ക് ഫൈനൽ ഡയഗ്നോസിസ് കിട്ടിയിട്ടുണ്ട്, അപ്പൻഡിസൈറ്റിസ്. ഓക്കെ, സോ അപ്പൻഡിസൈറ്റിസ് ആണ് അവിടെ ഐ സി ഡി കോഡ് വരുന്നത്. ഓക്കെ, ഇനി ഫിസിഷ്യൻ എന്താണ് ചെയ്തത്? ഈ അപ്പൻഡിസൈറ്റിസിന് ഫിസിഷ്യൻ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്? എമർജന്റ് അപ്പൻഡെക്ടമി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പൻഡെക്ടമി ആണ് ഫിസിഷ്യൻ ചെയ്ത സർവീസ് അല്ലെങ്കിൽ പ്രൊസീജിയർ. ഓക്കെ, ഈ സർവീസ് അല്ലെങ്കിൽ പ്രൊസീജിയറിന്റെ കോഡാണ് നമ്മൾ സി പി ടി ബുക്കിൽ നിന്ന് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് സി പി ടി, അതായത് കറന്റ് പ്രൊസീജിയറൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ കോഡ് സെറ്റ് യൂസ്ഡ് ഫോർ പ്രൊസീജിയേഴ്സ് ആൻഡ് സർവീസസ് റെൻഡേർഡ് ബൈ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അതായത് ഡോക്ടർ, ഫിസിഷ്യനോ അല്ലെങ്കിൽ വേറെ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അവർ എന്ത് ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സി പി ടി കോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ സി പി ടി കോഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് AMA, അതായത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ. ഓക്കെ, നമ്മുടെ ICD-10 കോഡ്സ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ? അത് WHO ആയിരുന്നു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരുന്നു. സി പി ടി കോഡ്സ് ആണെങ്കിൽ AMA, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ. ഇതൊക്കെ നമ്മുടെ ഇന്റർവ്യൂസിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്പറും, അതാണ് ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് ആയിരുന്നു, പിന്നെ നമ്പേഴ്സ് അങ്ങനെ ആയിരുന്നു അല്ലേ. പക്ഷെ സി പി ടി കോഡിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ആൽഫബറ്റ് അല്ല, ജസ്റ്റ് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് മോസ്റ്റ്ലി വരുന്നത്. ഓക്കെ, ആൽഫബറ്റ് വരുന്ന കേസസ് ഉണ്ട്, ഞാൻ പിന്നെ പറയാം. എന്നാലും 5 ഡിജിറ്റ് കോഡാണ് നമ്മുടെ സി പി ടിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ കണ്ടോ, 44950 അപ്പൻഡെക്ടമി. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ പേഷ്യൻ്റ് അപ്പൻഡെക്ടമി ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന്, അപ്പോൾ നമ്മൾ ഈ 44950 കോഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതെന്താണ്? ന്യൂമറിക് ആണ് അല്ലേ, ഫുൾ നമ്പേഴ്സ് ആണ്, 5 ഡിജിറ്റ് നമ്പേഴ്സേ ഉള്ളൂ. സോ അങ്ങനെയൊക്കെയാണ് സി പി ടി കോഡ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ്, സി പി ടി കോഡ് സെറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറി. അതായത് സി പി ടി കോഡ് സെറ്റ് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി 1. ഓക്കെ, കാറ്റഗറി 1ൽ വരുന്നത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അതിൽ ആൽഫബറ്റ്സ് വരുന്നില്ല, 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് കാറ്റഗറി 1ൽ വരുന്നത്. ഓക്കെ, ഈ കാറ്റഗറി 1 കോഡാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അതാണ് സി പി ടി ബുക്കിന്റെ മെജോറിറ്റി പോർഷനും കാറ്റഗറി 1 കോഡ്സ് തന്നെയാണ്. മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതും കാറ്റഗറി 1 കോഡ് തന്നെയാണ്. ഓക്കെ, ദെൻ കാറ്റഗറി 1 കോഡ് ഹാവ് 6 സബ്സെക്ഷൻസ്. 6 സബ്സെക്ഷൻസ് ഉണ്ട് കാറ്റഗറി 1 കോഡിന്. ഓക്കെ, അതായത് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഓക്കെ, ഇപ്പോൾ കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ അത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, അതാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ 5 character alpha numeric code ആണ്. ഓക്കെ, അതായത് കാറ്റഗറി 1 ഞാൻ പറഞ്ഞു ഫുൾ നമ്പേഴ്സ് ആണ്. പക്ഷെ കാറ്റഗറി 2 വരുമ്പോൾ അതിൽ 4 നമ്പേഴ്സും 5th വൺ ആൽഫബറ്റും ആണ്. ഏത് ആൽഫബറ്റ് ആണ്? ends with letter F. ഓക്കെ, ലാസ്റ്റ് 5th വൺ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് F ആണ്. ഓക്കെ, 4 നമ്പേഴ്സും then 5th വൺ letter F. gives additional information about category 1 code. category 1 കോഡിന് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കും category 2 കോഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ കാറ്റഗറി 3 കോഡ്സ്. കാറ്റഗറി 3 കോഡ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി കോഡ് എന്നാണ് പറയുന്നത്. ദെൻ അതും എന്താണ്? ആൽഫാന്യൂമറിക് കോഡ്സ് ആണ്. അവിടെ ഫസ്റ്റ് 4 നമ്പേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് 5th ക്യാരക്ടർ വരുന്നത് ആൽഫബറ്റ് ആണ്, ആൽഫബറ്റ് T. ഓക്കെ, അതാണ് കാറ്റഗറി 3 കോഡ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എമേർജിംഗ് ടെക്നോളജീസ്. എമേർജിംഗ് ടെക്നോളജീസ് ഐഡന്റിഫൈ ചെയ്യുന്ന കോഡ്സ് ആണ് കാറ്റഗറി 3ൽ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു കാറ്റഗറി 1 വരുമ്പോൾ കാറ്റഗറി 1ൽ 6 സബ് സെക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ 6 സബ് സെക്ഷൻസ് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറി 1ൽ ഫസ്റ്റ് വരുന്നതാണ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ്. എന്ന് E&M എന്നാണ് പറയുന്നത്. ഈ E&Mന്റെ കോഡ് സീരീസ് വരുന്നത് 99202 to 99499 വരെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് ഫസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ഡോക്ടർ ഇനീഷ്യലി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ചീഫ് കംപ്ലൈൻറ്റ്, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ്, അതായത് E&Mൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യോളജി. ഇനി അങ്ങോട്ടുള്ള 5 സെക്ഷൻസും നമ്മളെ നമ്പേഴ്സ് ഇൻക്രീസിങ് ഓർഡറിലാണ്. 0 സീരീസ്, പിന്നെ 1 സീരീസ്, പിന്നെ 2 സീരീസ്, 3 സീരീസ്, അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അനസ്തേഷ്യോളജി നമുക്കറിയാം, അനസ്തേഷ്യ കൊടുക്കുന്ന കേസസിന്റെ അതിന്റെയൊക്കെ കോഡ്സ് ആണ് അനസ്തേഷ്യോളജിയിൽ വരുന്നത്. അവിടെ കോഡ് റേഞ്ച് വരുന്നത് 001 002 01999. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സർജറി ആണ്. സർജറി ഒരു വാസ്റ്റ് പോർഷൻ ആണ്. ഈ വാസ്റ്റ് പോർഷൻ ബുക്കിൽ മാത്രമല്ല, അത് CPC എക്സാമിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇത് വാസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പോൾ ഈ സർജറിയിൽ തന്നെ നമുക്ക് 6 ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. അതിന് ഓരോന്നിനും സെപ്പറേറ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സർജറി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സർജറിന്റെ കോഡ് സീരീസ് വരുന്നത് 100042 to 69990. ഈ സർജറിയിൽ തന്നെ ഓരോ സിസ്റ്റം വൈസ് സെപ്പറേറ്റ് ഉണ്ട്. ഇൻറ്റഗ്യുമെന്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, മസ്ക്യുലോസ്കെലറ്റൽ, ഡൈജസ്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, ഓക്കെ, ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റം, മെയിൽ ജെനിറ്റൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, അങ്ങനെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ റേഡിയോളജി. റേഡിയോളജീൻ്റെ കോഡ്സ് വരുന്നത് 70010 to 79999. അപ്പോൾ റേഡിയോളജിയിൽ എന്തായിരിക്കും? റേഡിയോഗ്രാഫ്സ് എടുത്ത പ്രൊസീജിയേഴ്സും, ഓക്കെ, പിന്നെ റേഡിയോ തെറാപ്പി ചെയ്തതും അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും റേഡിയോളജിയിൽ കോഡ്സ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പത്തോളജി ആൻഡ് ലബോറട്ടറി. ഓക്കെ, ലാബ് ടെസ്റ്റുകളൊക്കെ കോഡ്സ് ആണ് പത്തോളജി ആൻഡ് ലബോറട്ടറിയിൽ എടുക്കുന്നത്. അതിന്റെ കോഡ് സീരീസ് വരുന്നത് 800472 89398 ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് മെഡിസിൻ. മെഡിസിനിൽ വരുന്നത് 90281 to 99199 and 99500 to 99607. അപ്പോൾ ഇതാണ് 6 സബ്സെക്ഷൻസ്. ഓക്കെ, കാറ്റഗറി 1ൽ 6 സബ്സെക്ഷൻസ് ഇതൊക്കെയാണ്. Next, first and last code numbers and subsection names of items appear at the top margin of each page. അതായത് നിങ്ങൾ CPT ബുക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും, ഓരോ പേജിലും ബിഗിനിങ് കോഡും എൻഡിങ് കോഡും അവിടെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ അത് ഏത് സബ്സെക്ഷൻ ആണ് എന്നുള്ളതും അവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ സർജറിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ ആ കോഡ് ബിഗിനിങ് കോഡും എൻഡിങ് കോഡും പിന്നെ സർജറി ബാർ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോഡ് എടുക്കാനൊക്കെ അത് എളുപ്പം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 100004 to 11005 എന്ന് പറഞ്ഞത് സർജറിയിലെ ഇൻറ്റഗ്യുമെന്ററി സിസ്റ്റത്തിന്റെ പേജാണ്. ഓക്കെ, അപ്പോൾ ആ പേജിൽ ഈ സ്റ്റാർട്ടിംഗ് കോഡും ഈ എൻഡിങ് കോഡും ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിലത്തെ കോഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഫോർമാറ്റ് ഓഫ്
ടെർമിനോളജി, ഒരു CPT കോഡ് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 25100. ഈ 25100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ആർത്രോട്ടോമി, റിസ്റ്റ് ജോയിന്റ്, സെമിക്കോളൻ വിത്ത് ബയോപ്സി. അതായത് റിസ്റ്റ് ജോയിന്റിന്റെ ആർത്രോട്ടോമി വിത്ത് ബയോപ്സി ഉൾപ്പെടെ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ 25100 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി 25105 കണ്ടോ നിങ്ങൾ? അവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്പേസിന് ശേഷമാണ് വിത്ത് സൈനോവെക്ടമി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഈ 25105 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് എങ്ങനെയാ റീഡ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഇൻകംപ്ലീറ്റ് കോഡാണ്, ഒരു ഡിപ്പെൻഡന്റ് കോഡാണ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ആർത്രോട്ടോമി തന്നെയാണ്. ഓക്കെ, ഈ 25100ന്റെ സെമിക്കോളൻ വരെയുള്ള പോർഷൻ 25105ലും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതായത് 25105 നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാന്ന് വെച്ചാൽ ആർത്രോട്ടോമി, റിസ്റ്റ് ജോയിന്റ്, പിന്നെ വിത്ത് ബയോപ്സി വേണ്ട, വിത്ത് സൈനോവെക്ടമി. ഓക്കെ, അപ്പോൾ ആർത്രോട്ടമീൻ്റെ ഓരോ ടൈപ്സ് ആണ്. വിത്ത് ബയോപ്സി ആണെങ്കിൽ 25100, വിത്ത് സൈനോവെക്ടമി ആണെങ്കിൽ 25105. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ 25100നെ നമ്മൾ പാരന്റ് കോഡ് എന്നാണ് പറയുക. 25105 എന്താ, ഒരു ഡിപ്പെൻഡന്റ് കോഡാണ്. ഓക്കെ, ഈ എന്തിനാണ് ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് വിത്ത് സൈനോവെക്ടമി എന്ന് കൊടുത്തിട്ടുള്ളത്? അത് ജസ്റ്റ് ഫോർ പ്രിസർവേഷൻ ഓഫ് സ്പേസ് ആണ്, സ്പേസ് പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ 25105നും നമ്മൾ ബുക്കിൽ ഫുള്ള് ആർത്രോട്ടമി, റിസ്റ്റ് ജോയിന്റ് വിത്ത് സൈനോവെക്ടമി എന്ന് എഴുതണ്ടേ. അപ്പോൾ അതിന് പകരം നമുക്കിവിടെ എന്ത് മതി, ഈ സ്പേസ്, ജസ്റ്റ് ഈ കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം ആർത്രോട്ടമി, റിസ്റ്റ് ജോയിന്റ് വിത്ത് സൈനോവെക്ടമി ആണ് ഇതെന്ന്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ ഐഡിയ. അപ്പോൾ നിങ്ങൾക്ക് കോഡ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു. ഇനി ഇതിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് മോഡിഫയേഴ്സ് എന്താണെന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു സ്ലൈഡിൽ, ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ വേറെ ഒന്നാണ് ആഡ് ഓൺ കോഡ്സ്. ഓക്കെ, add-on codes are additional supplemental procedures carried out in addition to primary procedure. ഇപ്പോൾ add-on code എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കോഡിന്റെ പുറമെ വരുന്ന അഡീഷണൽ കോഡ്സിനാണ് നമ്മൾ ആഡ് ഓൺ കോഡ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ നോക്കൂ. 11200 എന്ന് പറഞ്ഞതിന്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ എന്താ? റിമൂവൽ ഓഫ് സ്കിൻ ടാഗ്, മൾട്ടിപ്പിൾ ഫൈബ്രോക്യൂട്ടേനിയസ് ടാഗ്സ് ഇൻ ഏരിയ അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 15 ലീഷൻസ്. അതായത് സ്കിൻ ടാഗ് റിമൂവൽ അപ് ടു 15 ലീഷൻസ് വരെയുള്ള സ്കിൻ ടാഗ് റിമൂവലിനാണ് 11200 കോഡ് വരുന്നത് അല്ലേ. അതിനുശേഷം അതിന് താഴെ നിങ്ങൾക്ക് പ്ലസ് ഇട്ടിട്ടൊരു കോഡ് കാണാം, 11201. ഈച്ച് അഡീഷണൽ 10 ലീഷൻ ഓർ പാർട്ട് thereof. അതായത് നമുക്ക് ഈ 11201 ഒരിക്കലും നമുക്കൊരു ഫസ്റ്റ് കോഡായിട്ട് കൊടുക്കാൻ പറ്റില്ല അല്ലേ. ആദ്യം എന്ത് കൊടുക്കണം? 11200 കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ 11201 കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 11201നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഡ് ഓൺ കോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രൈമറി കോഡിന്റെ പുറമെ സപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്ന കോഡ്സിനാണ് നമ്മൾ ആഡ് ഓൺ കോഡ്സ് എന്ന് പറയുന്നത്. ഈ ആഡ് ഓൺ കോഡ് എപ്പോഴും പ്ലസ് ഇട്ടിട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഈ റിമൂവൽ ഓഫ് സ്കിൻ ടാഗിൽ തന്നെ 15 ലീഷൻ ആണെങ്കിലാണ് 11200 കൊടുക്കേണ്ടത്. ഇപ്പോൾ 25 ലീഷൻസ് ആണെങ്കിൽ അപ്പം നമ്മുടെ കോഡ് എന്തായിരിക്കും? 11200, 11201. ഓക്കെ, കാരണം ആദ്യത്തെ 15 11200, പിന്നത്തെ 10 11201. ഓക്കെ, ഇനി ആഡ് ഓൺ കോഡ്സിന്റെ ഫുൾ ലിസ്റ്റ് നമുക്ക് CPT ബുക്കിൽ ഈ കാറ്റഗറി 1, 2, 3 കോഡ്സിന്റെ ശേഷം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അപ്പൻഡിക്സ് ABCD. അതിൽ അപ്പൻഡിക്സ് Dയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് ഓൺ കോഡ്സിന്റെ ലിസ്റ്റ്. ഓക്കെ, മസ്റ്റ് നെവർ ബി റിപ്പോർട്ടഡ് ആസ് സ്റ്റാൻഡ് അലോൺ കോഡ്സ്. അതൊരിക്കലും ഒറ്റക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല, ഒറ്റക്ക് ആ കോഡ് കൊടുക്കാൻ പറ്റില്ല. ആദ്യം പ്രൈമറി കോഡ് കൊടുക്കണം, അതിനുശേഷം മാത്രമേ നമുക്ക് ആഡ് ഓൺ കോഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ CPT ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, എങ്ങനെയാണ് ഒരു കോഡ് വായിക്കേണ്ടത്, പിന്നെ എന്തൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ടേംസ്, അതൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് CPT അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ ICDൻ്റെ പുറമെ കേട്ടോ CPT ചെയ്യുമ്പോൾ ഞാൻ CPTൻ്റെ ഓരോ നമ്മുടെ കാറ്റഗറി 1 സബ്സെക്ഷൻസ്, ഓക്കെ, അത് ചെയ്യാം. പക്ഷേ എല്ലാം വാസ്റ്റ് ആണ്, അപ്പോൾ ഫുൾ എനിക്ക് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ ഒരു ഇൻറ്റക്യുമെൻ്ററി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റക്യുമെൻ്ററി സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഞാനിങ്ങനെ 2-3 ഷോർട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഫുൾ കവറപ്പ് ആയി വരില്ല, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആക്കി ചെയ്യാം. ഓക്കെ, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.